ശബരിമല സ്വർണ്ണമോഷണ കേസ് ചിലർക്ക് സെലക്ടീവ് ടോപ്പിക്കായി മാറുന്ന വിചിത്ര സന്ദർഭം. ഇന്നലെ വരെ കടുംമഷിയിൽ അച്ചുനിരത്തിയ പല പത്രക്കാർക്കും ഹൈക്കോടതിയുടെ പുതിയ വിലയിരുത്തൽ വന്നപ്പോൾ പഴയ ആവേശം പോരാ. വാജിവാഹനവും പഴയ കൊടിമരവും കേസിന്റെ മറ്റൊരു പ്രധാന കേന്ദ്രമായി മാറിയതോടെ പല പത്രങ്ങൾക്കും മിണ്ടാട്ടം മുട്ടി. ഇതുപോലെ സെലക്റ്റീവായി പോയ മറ്റൊരു വിഭാഗം ഇഡിയാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ നേരിട്ട് ആവശ്യപ്പെട്ട് കേസെടുത്ത ഇഡി കഴിഞ്ഞ ദിവസമാണ് ഗ്രൗണ്ടിലിറങ്ങിയത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വിപുലമായ അന്വേഷണം, അതും നിലവിൽ പ്രതിപട്ടികയിൽപ്പെട്ട ഒരാളുടെ വീടൊഴിച്ച് അന്തർ സംസ്ഥാനങ്ങളടക്കം കേന്ദ്രീകരിച്ച് ഇഡിയുടെ പരിശോധന. ആ കൂട്ടത്തിൽ പെടാത്ത ഒറ്റയാൻ ആരാണ്? ഈ കൊള്ളയുടെയെല്ലാം ടവർ പോയിന്റുകളിൽ ഒരാളായ തന്ത്രി. ഇങ്ങനെ അത്യന്തം വിചിത്രമായ കാര്യങ്ങളാണ് ശബരിമലയെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ശബരിമലയിൽ PhD പ്രബന്ധം വരെ എഴുതിയ മലയാള മനോരമയുടെ മഷി തീർന്നു പോയതിന് പ്രധാന കാരണം രാഷ്ട്രീയമാണ്. സ്വർണ്ണമോഷണ കേസിൽ പുറത്തു വന്നിടത്തോളം ഏറ്റവും വലിയ കൊള്ള നടന്നിരിക്കുന്നത് വാജിവാഹനം ഉൾപ്പെട്ട കൊടിമരം മാറ്റി സ്ഥാപിക്കൽ പദ്ധതിയിലാണ്. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കൊടിമരം ചിതലരിക്കുന്നുവെന്ന കാരണം കണ്ടെത്തിയാണ് പുതുക്കി പണിതത്. അപ്പോൾ ഉണ്ടായിരുന്ന പൂശിയ സ്വർണം ഉരുക്കി പുതിയതിൽ ചേർത്തു എന്നാണ് പലരെയും ഈ തട്ടിപ്പ് സംഘം വിശ്വസിപ്പിച്ചത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ UDF സർക്കാർ നിയമിച്ച മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന MP ഗോവിന്ദൻ നായർ പ്രസിഡന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് കൊടിമരം മാറ്റാൻ തീരുമാനമെടുത്തത്. തന്ത്രി കണ്ഠരര് രാജീവനാണ് കൊടിമരം മാറ്റണമെന്ന ആവശ്യം ബോർഡിന് മുൻപാകെ ഉന്നയിച്ചത്. തുടർന്ന് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദേവപ്രശ്നം നടത്തി കൊടിമരം മാറ്റാനുള്ള പ്രവൃത്തികൾ ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡ് തുടങ്ങിയെങ്കിലും ആ ബോർഡിന്റെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പുതിയ ബോർഡിനെ നിയമിക്കുകയും പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പുതിയ കൊടിമരം സ്ഥാപിച്ചതും. പുതിയ കൊടിമരത്തിന്റെ വരവോടെ പഴയ കൊടിമരത്തിന്റെ മുകളിലെ വാജിവാഹനം എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയായി. അത് തന്ത്രിക്ക് കൊടുക്കണമെന്ന് ഇതേ ബോർഡ് തീരുമാനമെടുത്തു. യാതൊരു നിയമപരമായ പിന്തുണയുമില്ലാതെ രേഖയുമില്ലാതെ ഇതെങ്ങനെ തന്ത്രിയുടെ കയ്യിലെത്തി? ശബരിമല കറങ്ങിത്തിരിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ UDF ഭരണകാലത്തേക്കും കോൺഗ്രസിന്റെ നേതാക്കളിലെത്തുകയും ചെയ്തതോടെ കോൺഗ്രസിനെ താങ്ങി നടക്കുന്ന മനോരമ, മാതൃഭൂമി തുടങ്ങിയ മഷിവിഷങ്ങൾ നിശബ്ദരായി. പോറ്റിക്ക് പണ്ടേ ബന്ധം BJPയുമായാണ്. പോറ്റി അറസ്റ്റിലായതിന്റെ പിറ്റേന്ന് പോറ്റിയുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് അത്രയും BJP നേതാക്കന്മാരായിരുന്നു. അതുവരെ സ്വർണ്ണക്കൊള്ളയിൽ ഘോര പ്രസംഗിച്ച സകല BJP മുള്ളുമുരിക്കുകളും സ്വിച്ചിട്ട പോലെ ഓഫായി. പിന്നെ പോറ്റിക്ക് വേണ്ടി കരച്ചിലായി. പോറ്റിയെ രക്ഷിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി കടന്നുവരുവാണ് ഇഡി നടത്തിയിരിക്കുന്നത്. മറ്റെല്ലാ പ്രതികളിലേക്ക് നൂൽ നിറങ്ങിയിട്ടും ഇഡി പോറ്റിയുടെ വീടിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. ആദ്യ ദിവസം തന്നെ പോറ്റിയെ വെളുപ്പിക്കാനുള്ള ഇഡി നാടകമാണ് ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തം. അതുകൊണ്ട് ആരെങ്കിലും രക്ഷിക്കുന്നതിനു വേണ്ടി ആരുടെ മഷി ഉണങ്ങിയാലും ഇഡിയും മോദിയും ഏറെ സംരക്ഷിച്ചാലും സ്വർണ്ണമോഷണ ഗ്യാങ് പുറത്തു വരിക തന്നെ ചെയ്യും.